തമിഴ് ജനതയ്ക്ക് ശക്തമായ ഹിന്ദി വിരുദ്ധ വികാരമുണ്ട്. കാലഘട്ടങ്ങളായി നടത്തിപ്പോന്ന ചില പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിരുദ്ധ വികാരം തമിഴ് ജനതയ്ക്ക് നിലനിൽക്കുന്നത്. ധാരാളം ഹിന്ദി വിരുദ്ധ പോരാട്ടങ്ങൾ നടന്ന സ്ഥലമാണ് തമിഴ്നാട്. ആദ്യമായി സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് 1937 ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കാൻ തീരുമാനിച്ചു. വി രാമസ്വാമി നായകരും ജസ്റ്റിസ് പാർട്ടിയും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുകയും പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്തു. സ്ത്രീകളും കുട്ടികളും അടക്കം 1198 പേർ ഈ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നീട് 1939 കോൺഗ്രസ് ഗവൺമെൻറ് രാജിവെച്ചപ്പോൾ അന്നത്തെ വൈസ്രോയി ലോർഡ് ഇർക്കിംഗ് ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കാനുള്ള നീക്കം പിൻവലിച്ചു. താൽക്കാലിക സമാധാനം വന്നെങ്കിലും പിന്നീട് ഒരുപാട് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തമിഴ്നാട്ടിൽ സാക്ഷ്യം വഹിച്ചു. 1950 ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക്കായി. ഇന്ത്യൻ റിപ്പബ്ലിക് ഔദ്യോഗിക ഭാഷ ഹിന്ദി ആക്കാൻ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗവൺമെൻറ് തീരുമാനിച്ചു. ഹിന്ദി അല്ലാത്ത ഭാഷ കൈകാര്യം ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ ഈ തീരുമാനം വലിയ മറുമുറുപ്പ് ഉണ്ടാക്കി. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടെങ്കിലും പല സംസ്ഥാനങ്ങളും ഇംഗ്ലീഷാണ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത്. ഹിന്ദി എന്ന ഒരൊറ്റ ഔദ്യോഗിക ഭാഷയിലേക്ക് സംസ്ഥാനങ്ങളെല്ലാം വരണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പലതവണ നിർബന്ധിച്ചു. ദ്രാവിഡ മുന്നേറ്റം കൈക്കും ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. 1965 മുതൽ വലിയ ജനപിന്തുണയോടെ DMK സമരം ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെയും സാധാരണ ജനങ്ങളുടെയും സാന്നിധ്യം ഈ പ്രക്ഷോഭത്തെ തീവ്രമാക്കുകയായിരുന്നു. പാരാമിലിറ്ററി ഫോഴ്സ് അടക്കം പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭങ്ങളെ ഇല്ലാതാക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചെങ്കിലും 2 പോലീസുകാരടക്കം 70 പേർ മരണപ്പെട്ടു. ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ തുടർക്കഥയായപ്പോൾ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി തുടരാം എന്ന അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഉറപ്പിന്മേൽ പ്രക്ഷോഭങ്ങൾ അവസാനിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഹിസ്റ്ററി ടോക്സിന് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വിഷയമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.